വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമോൻ രാജാവിൻ്റെ മകൻ ജോസിയ യൂദായിൽ ജെറുസലേമിൽ 31 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവം പ്രവർത്തിച്ചു. തൻ്റെ പൂർവ്വപിതാവായ ദാവീദിൻ്റെ മാർഗങ്ങളിൽ നിന്ന് ഇടംബലം വ്യതിചലിച്ചില്ല. കർത്താവിൻ്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു. അവനത് വാങ്ങി വായിച്ചു. എനിക്കും ജനത്തിനും യൂദാ മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായുവിൻ. നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിക്കുന്നു. 2 രാജാക്കന്മാർ 22 അധ്യായം 13 തിരുവചനം. അതിനാൽ പുരോഹിതർ ഹുൽദ പ്രവാചികയുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാ രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിൻ്റെയും അതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിൻ്റെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നിങ്ങളെ എൻ്റെ അടുത്തേക്ക് അയച്ചവരോട് പറയുക. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപാർച്ചന നടത്തി. തങ്ങളുടെ കരവേലകളാൽ അവരെന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ എൻ്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും, അത് ശമിക്കുകയില്ല. എന്നാൽ കർത്താവിൻ്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂദാ രാജാവിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതനാകുകയും ചെയ്തു. ഈ ദേശത്തിനും ഇത് നിവാസികൾക്കുമെതിരെ അവർ ശൂന്യതയും ശാപവുമാകുമെന്ന് ഞാൻ അരുളി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. 2 രാജാക്കന്മാർ 22 അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ജോസിയ രാജാവ് യൂദായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയച്ചു വരുത്തി. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. എല്ലാ ആളുകളെയും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിപ്പിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നു കൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു. ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.